ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓണം സ്പെഷ്യൽ അരിപ്പാലട പ്രഥമനുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പായസത്തിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പാക്കറ്റ് പാലാണ്. 500 ml 2 പാക്കറ്റ്, 1 ലിറ്റർ പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടത് പാലട മിക്സാണ്, ഇൻസ്റ്റൻ്റ് ആണ്. ഈ 1 ലിറ്റർ പാല് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാട കെട്ടാതെ തിളപ്പിച്ചെടുക്കണം. തുടക്കത്തിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു മീഡിയം ആക്കിയിട്ട് ഇടുക. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് അരിപ്പാലട പ്രഥമൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടി പിടിക്കാതെ വേവിച്ചെടുക്കുക. ഇൻസ്റ്റൻറ്റ് പായസം മിക്സിൽ ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഷുഗർ എല്ലാം തന്നെ ഉണ്ടാവും. പാല് തിളച്ചതിന് ശേഷം നമ്മൾ ഈ അടപ്രഥമൻ്റെ മിക്സ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വേറെ ഇനി ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഈ അടപ്രഥമൻ നന്നായിട്ട് വെന്ത് പാലൊന്ന് കുറുകി വന്നാൽ മതിയാവും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അട നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. പണ്ട് കാലത്തൊക്കെ അട വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് വന്നതോടെ എല്ലാവർക്കും പായസം ഉണ്ടാക്കാൻ എളുപ്പമായി. ഇളം ചൂടിൽ നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. അട വെന്തോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. നേരത്തെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിലുള്ള, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പാലൊന്നുകൂടി കുറുകി വന്നാൽ പായസം റെഡിയാവും. നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതായത് ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചൂടോടേക്ക് ഇളക്കാതെ വെച്ചാൽ പാട കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തണുപ്പായ ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഇൻസ്റ്റൻറ്റ് പാലട പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.